മോനിപ്പോ എന്ത് ചെയ്യുന്നു? പറയടാ. ഞാൻ ഈ എഞ്ചിനീയറിംഗ്. അതെ, അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുകയാണ്. നല്ല മാർക്കിൽ പാസ്സായിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ വലിയ വലിയ കമ്പനികളെല്ലാം ഞങ്ങളുടെ കമ്പനിയിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ഇവന്റെ പുറകെ നടക്കുക. പക്ഷെ ഇവരെ ആർക്കും പിടികൊടുത്തിട്ടില്ല. ഇപ്പൊ ഏത് കമ്പനിയിൽ ചേർന്നു? ചേർന്നില്ല, ചേരണം. ചേരും ചേരും. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാല്ലേ? പെണ്ണിനെ കാണാം. മോളെ മണ്ടു, മണ്ടു ചായ എടുത്തോളൂ. തിന്നാലും എടുക്കും. കയ്യിന്ന് പറ. ചായ അപ്പൊ പെണ്ണിന് ചെറുക്കൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവും. ആവാലോ. സംസാരിച്ചു. പോയി സംസാരിക്കടാ. ശരിയല്ലേ? എണീക്കടാ. ഭയങ്കര ബഹുമാനമുള്ള കൂട്ടത്തില. ലഡ്ഡു അല്ല, അതിപ്പോ നിങ്ങൾ ഈ കുട്ടിക്ക് എന്ത് കൊടുക്കും? എന്തു കൊടുക്കൂന്ന് വെച്ചാ ഇവിടെ ഉണ്ടാക്കുന്നതൊക്കെ അവൾക്കുള്ളതാ. ഉപ്പുമാവ്, ദോശ, പൊറോട്ട, ഈ പഴഞ്ചോറ്, ആഴ്ചയിൽ ഒരിക്കല് പോത്തകൃഷി. അതല്ല ഞാൻ ചോദിച്ചത്. ഇതൊക്കെ ഞാൻ എന്റെ മോനും കൊടുക്കുന്നതാണല്ലോ. നിങ്ങള് കല്യാണം കഴിക്കുമ്പോ ഈ നാട്ടു നടപ്പനുസരിച്ച് എന്താ കുട്ടിക്ക് കൊടുക്കും എന്നുള്ളതാ. അതിപ്പോ നാട്ടു നടപ്പെന്താണ്, അത് നമുക്ക് ചെയ്യാമല്ലോ. അത് മതി. ഇതേ ഞാൻ ഇടിച്ചു പൊട്ടിച്ച് ചവിട്ടിയാ ചട്ടി. എന്താ പേര്? ഓർക്കിഡ്. അതല്ല, കുട്ടിയുടെ പേരെന്താ? മണ്ടോതിരി. മണ്ടെന്ന് വിളിച്ചാ മതി. എന്താ പേര്? ലോലിതൻ. ലോലിതൻ. കല്യാണം കഴിയുമ്പോഴേ ഈ പേര് മാറ്റോ? അതെന്താ? ഈ ലോലിതൻ എന്നുള്ള പേര് പഴയ പേരല്ലേ. നമുക്ക് കല്യാണം കഴിയുമ്പോഴേ ഡിക്സണോ ജാക്സണോ റോബിൻസണോ ഒക്കെ ഇടാം. ആലോചിക്കാം. പിന്നെ ഏതുവരെ പഠിച്ചു? ഞാൻ ഈ കോളേജിലൊന്നും പോയിട്ടില്ല. എനിക്ക് കോളേജിൽ പോണ ഇഷ്ടമല്ല, വെറുപ്പാ. കോളേജിലൊക്കെ പോയിട്ടല്ലേ ഓരോരുത്തർ വഴിതെറ്റി പോണേ. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടുകാരോട് ഉറപ്പിച്ചു പറഞ്ഞു എന്നെ കോളേജിൽ വിടണ്ടാന്ന്. പിന്നെ ഞാൻ കുറച്ച് കരാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാ ഹോബീസ്? രാവിലെ 2 മണിക്കൂർ ഞാൻ നടക്കാൻ പോകും. പിന്നെ അത് കഴിഞ്ഞ് വന്ന ഉടനെ യോഗ. പിന്നെ വൈകിട്ട് എന്താണെന്നറിയാവോ? എന്താണ്? എയറോബിക്സ്. പിന്നെയാണ് കരാട്ടെ പ്രാക്ടീസ്. ഇത്രയേ ഉള്ളൂ എന്റെ ഹോബീസ്. അത് കുട്ടിയെ കണ്ടാലും പറയും. ആണോ? പിന്നെ കുക്കിംഗ് ഒക്കെ അറിയോ? കുക്കിംഗ് ഒന്നും അത്ര പോരാ. പക്ഷെ ഭക്ഷണത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് കണ്ടുപിടിക്കാൻ എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. വല്ലാത്ത കഴിവ് തന്നെ. പിന്നെ എന്നെ ഇഷ്ടായോ? ഇവിടെ ആരെങ്കിലും കാണും. ഭവനും സമ്മതമൊന്നും മുഖം കണ്ടാലേ അറിയാം. ഇഷ്ടായില്ലേ? ഇവിടെ ആരെങ്കിലും കാണും. അച്ഛാ, അച്ഛാ പറയാം. അച്ഛാ. ശരി കാരണവരെ. താൻ എന്താണ് വിചാരിച്ച് എന്റെ മകൻ ആനപ്പാപ്പാനാണോ? പാപ്പാനാ? എന്റെ സാറേ, ആ കുട്ടി കരാട്ടയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായ ആ കുട്ടി ചെറുത്ത് നിന്നോളും. പക്ഷെ അവൾ എന്നെ ആക്രമിക്കാൻ വന്ന ആര് ചേർത്ത് നിൽക്കും? ഇതാണ് അവിടെ പെണ്ണ്. കണ്ടപ്പോ തന്നെ പേടിച്ചു പോയി. ഹൊറിബിൾ. അച്ഛാ, എന്റെ സാറേ ഒന്ന് വെയിറ്റ് ചെയ്. ഇനി എത്ര എണ്ണത്തിന് നമുക്ക് കാണാൻ കിടക്കുന്നു. സാറേ, ഇപ്പൊ കണ്ട എന്റെ സർവീസ് ചാർജ് DAD ആയി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അയ്യോ, അത് എത്രയാണോ? വെള്ളം കുടിക്കാൻ തന്നെ താ സാറേ. വെള്ളം കുടിക്കാൻ ഒരു 15 രൂപ കൊടുക്ക അമ്മാവാ. സാറേ, കൊടു. 15 രൂപ? 250 രൂപ. ഓ, 250 രൂപയുടെ വെള്ളം
താൻ എപ്പോ കുടിച്ചു തീർക്കാനാടോ? അടുത്ത പെണ്ണിനെ കാണണോ? എങ്കിൽ 250 രൂപ. 250 രൂപ? എവിടേക്ക്? പെണ്ണെ കാണാൻ പോവാം, അടുത്ത പെണ്ണെ കാണാൻ പോവാം. മറിമായം